ഹായ് ഗായ്സ്, 2 ദിവസമായിട്ട് ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുമ്പം ഞാൻ ഈ പരിസരത്തേ അല്ല. അതായത് എനിക്ക് അന്തരീക്ഷമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. ഞാൻ എഴുന്നേറ്റിങ്ങനെ ഇരിക്കും, അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ട്, പിള്ളേരെ നോക്കുന്നുണ്ട്, പക്ഷേ സ്ഥലകാല ബോധമില്ല. അതായത് തലയ്ക്കകത്തൊരു കണക്ഷൻ ഇല്ലായ്മ, ഒരു തലയ്ക്ക് ഭാരമില്ല. ഇങ്ങനെ ഇരുന്ന് മൊത്തത്തിലൊരാട്ടം. അയ്യോ, കർമ്മയാണെന്നോ പ്രാക്കാണെന്നൊന്നും പറഞ്ഞുകളയല്ലേ പ്ലീസ്. എനിക്ക് ലോ BP ആണ്. ഇനി ലോ ആണോ ഇപ്പം ഹൈ ആയതാണോ എന്നറിയത്തില്ല. എന്തായാലും ഉറക്കമുളയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉറങ്ങുമ്പോൾ 1:30 അതുകൊണ്ടാണ് എനിക്ക് ഉറക്കമുളയ്ക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഉറക്കമൊഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പം എനിക്ക് നല്ല തലകറക്കമുണ്ട്, ചെറുതായിട്ട് ബോഡി ഒരു ഷിവറിങ്ങും ഉണ്ട്, അപ്പം വൊമിറ്റിംഗ് ടെൻഡൻസി എല്ലാം കൂടെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിചാരിച്ച് എന്തായാലും പോവല്ലേ, പോകുന്ന വഴിക്കൊരു വീഡിയോ കൂടെ ഇരിക്കട്ടെ. എന്താല്ലേ ഇനി ഇതുമൊക്കെ പറയും, ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ വിറ്റ് കാശാക്കണം. എന്നാലും സാരമില്ല, കുഴപ്പമില്ല. അപ്പം എനിക്ക് കണ്ടൻറ്റ് ദാരിദ്ര്യമാണ്, അതുകൊണ്ടാണ്. ഇനി എങ്ങനെ വിചാരിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. അപ്പം ഞാൻ ഒന്ന് ഉണങ്ങിയിട്ടൊക്കെ വരട്ടെ. ആശുപത്രിയിലാണ് പോണെങ്കിലും നമ്മൾ വൃത്തിക്കൊക്കെ പോകണ്ടേ. അപ്പം ഞാൻ ഒരുങ്ങിയിട്ട് വരാവേ പിള്ളേരെ. അപ്പം ഞാൻ റെഡിയായി. എനിക്ക് ആശുപത്രിയിലാണെങ്കിലും വാച്ച് കിട്ടണം. തല ഇറങ്ങിയാണ് നിൽക്കുന്നതെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ സന്തത സഹചാരിയായ ബാഗ് കൂടി ഒന്ന് എടുത്തോട്ടെ. അപ്പം ഇത് എടുത്തു. എവിടെ പോയാലും ഇത് നോക്കി. എൻ്റെ ഇക്ക വാങ്ങിച്ചു തന്നതാണ് എനിക്ക്. തിരുവനന്തപുരത്തെ ട്രാവൻകൂർ മാള് അല്ല, ഒരു മാളുണ്ടല്ലോ, ട്രാവൻകൂർ മാളാണ്, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പറന്ന് ലെവൽ കിട്ടുന്നില്ല. അപ്പം അവിടെ നിൽക്കാൻ എനിക്ക് വാങ്ങിച്ചു തന്നതാണ് ഈ ബാഗ്. അതുകൊണ്ട് എനിക്കിത് ഞാൻ ഗൾഫിൽ വരെ ഇതും കൊണ്ടാണ് പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തൂക്കാൻ. സംഭവം അതിനകത്തൊന്നുമില്ല, ഒരു ആധാർ കാർഡും ഒരു ഐഡൻറ്റി കാർഡും ബാങ്കിൻ്റെ പാസ്ബുക്കും മാത്രമേ ഉള്ളൂ. ഇതൊന്നും തട്ടിപ്പറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും കിട്ടാൻ പോണില്ല. അതിനകത്തൊന്നും കിട്ടില്ല. ആധാർ കാർഡ് എൻ്റെ ബോധം കേടാ, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പോയിട്ട് വരാം. എനിക്ക് നല്ല ഇതുണ്ട്, ഞാനിങ്ങനെ ചിരിക്കുന്നെങ്കിലും നല്ല കിറുക്കമുണ്ട്, പക്ഷേ കറക്കമുണ്ട്. അപ്പം ഞാൻ പോയിട്ട് വരാമേ. അല്ല, ഞാൻ അവിടെ ചെന്ന് ആശുപത്രിയൊക്കെ ഞാൻ കാണിക്കും, അത് വേറെ കാര്യം. ലെവലുണ്ടെങ്കിൽ കാണിക്കും, അല്ലെങ്കിൽ തിരിച്ചു വന്ന് ഞാൻ വൈൻഡപ്പ് എടുക്കും. ടാറ്റാ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി ഇറങ്ങിയപ്പോൾ എനിക്ക് സുഖമില്ലാന്നറിയാതെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു മാമി കൊണ്ടുവന്നിട്ടും ഒരു ATM കാർഡ് കൈ തന്നിട്ട് മോളെ കുറച്ച് പൈസ എടുത്തുകൊണ്ട് തരുമോ ചോദിച്ച്. അതാണ് ഞാൻ ATMൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളുടെ സ്വന്തം ഹോസ്പിറ്റലെത്തി. ഞാൻ OP ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാനൊരു ഒരു കാര്യം കണ്ട് നിങ്ങളെ കാണിച്ചു തരാവേ. ഇവിടെ മുകളിൽ LED TV വെച്ചിട്ടുണ്ട്, അതിലൊരു സിനിമ ഓടുന്നുണ്ട്. ഈ സിനിമ ഏതാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ തലകറക്കമെന്ന് പറഞ്ഞപ്പോൾ BP നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇതാ BP നോക്കാനുള്ള സ്ഫിഗ്മോ മാനോമീറ്റർ എന്നാണെന്ന് തോന്നണം ഇതിൻ്റെ പേര്. അതും ഒക്കെ തിരികെ കയറ്റിക്കൊണ്ട് ഞാനിവിടെ BP നോക്കാനിരിക്കുന്നുണ്ട്. ഹൈ ആണോ ലോ ആണോ എന്ന് റിസൾട്ട് വരുമ്പോൾ അറിയാം. അപ്പം ഞാൻ ഈ ഡോക്ടറെ കാണാൻ കയറണേ. BP നോക്കിയപ്പോൾ ആസ് യൂഷ്വൽ പ്രഡിക്റ്റബിൾ BP ലോ ആയിരുന്നു. അങ്ങനെ ഡോക്ടറെ കയറി കണ്ടു. വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ട് ഉപ്പിട്ട് കഞ്ഞി വെള്ളമോ നാരങ്ങ വെള്ളമോ എന്തൊരു വെള്ളമായാലും അങ്ങോട്ട് മോന്തി കുടിക്കാൻ പറഞ്ഞു. വെള്ളം കുടിക്കുന്നതിൽ യാതൊരുവിധ പിശുക്കും കാണിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക എടുക്കാനുണ്ടായിരുന്നു. പിന്നെ നേരത്തെ എനിക്ക് ATM കാർഡ് കൊണ്ട് തന്ന ആ മാമിയുടെ വീട്ടിലൊരു ആണ്ട് നേർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഫ്രൂട്ട്സ് വാങ്ങാൻ പറഞ്ഞു. ഇതാ ഇരിക്കുന്ന ഈ സാധനം കണ്ട ഈ കാക്ക ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ശല്യം ഇതായിരിക്കും. ആദ്യം വന്ന ആ മുന്തിരി കൊട്ടയ്ക്കകത്തുനിന്ന് മുന്തിരി കൊത്തിയെടുത്തോണ്ട് ഇപ്പോൾ ദാണ്ട ആ ഓറഞ്ച് കൊട്ടയിൽ. എൻ്റെ വീട്ടിലും ഇതേ ശല്യമാണ്. അങ്ങനെ ഫ്രൂട്ട്സും വാങ്ങിച്ച് ഗുളിക എടുത്തിട്ട് എനിക്ക് വെയിൽ കൊള്ളാനുള്ള ത്രാണി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പിള്ളേരെ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ വീട്ടിലോട്ട് പോവുകയാണ് ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ ഞാൻ നാരങ്ങയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. BP ലോ അല്ലേ. വീട്ടിൽ വന്ന പാടെ ഒരു നാരങ്ങ അങ്ങോട്ട് വെട്ടിയെടുത്ത് രണ്ടാക്കി പിഴിഞ്ഞ് അതിൻ്റെ ചണ്ടിയും ചാറും എല്ലാം പിഴിഞ്ഞെടുത്തത്. ഇങ്ങനെ തേക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നാരങ്ങ പിഴിയുമ്പോൾ ഞാനിങ്ങനെ തേക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അതിൽ മാക്ക് അങ്ങോട്ട് ഉപ്പിട്ട് ചായ അടിക്കും പോലെ അറഞ്ചം പുറഞ്ചം അങ്ങോട്ട് അടിച്ചിട്ട് ഞാൻ അത് കുടിച്ച്. രണ്ട് കപ്പിനുണ്ടായിരുന്നു, പക്ഷേ ഞാൻ 1 കപ്പാണ് ഫസ്റ്റ് 1 കപ്പ് കുടിച്ചപ്പം ഉപ്പ് കലങ്ങിയില്ല. അപ്പം നന്നായിട്ട് കലക്കി 1 ഗ്ലാസ് കൂടെ തരട്ടെ എന്നുള്ള ഒരു ചോദ്യമൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ കലക്കി തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കങ്ങ് കലക്കി ഇങ്ങോട്ട് കുടിച്ച്. അങ്ങനെ കുടിച്ച് 1 ഗ്ലാസ് ഫുള്ള് കുടിച്ച് കേട്ടോ. 1 ഗ്ലാസ് ഫുള്ള് കുടിച്ചിട്ട് 1 ഗ്ലാസ് മാറ്റി വെച്ച്. അപ്പം കുടിച്ചപ്പം നല്ല ഉപ്പുണ്ടായിരുന്നു. കണ്ണിറുക്കി അടച്ച് പിടിച്ചിട്ടാണ് ഞാൻ കുടിച്ചത്.
പക്ഷേ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ പോയ കിളി നേരെ കൂട്ടിലോട്ട് തിരിച്ചു വന്നു. സത്യം പറയാമല്ലോ, ആ ഉപ്പ് കലങ്ങിയ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ആശ്വാസമായിരുന്നു. ഭയങ്കര ആശ്വാസം എന്ന് വെച്ചാൽ പെട്ടെന്ന് ആ പോയ സ്ഥലകാല ബോധമൊക്കെ തിരിച്ചു വന്നൊരു പ്രതീതിയായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളത്തിന് ഇങ്ങനെ ചായ അടിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടിച്ചിട്ട് അവിടെ ടേബിളിൻ്റെ പുറത്തുകൊണ്ട് വെച്ചിട്ട് പതുക്കെ പോയി ടേബിൾ ഫാൻ ഇട്ട് വെച്ചിട്ട് തലയണ എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി കുറച്ച് നേരം ഞാൻ ദിവാങ്കോട്ടിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് അവിടെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഇനി ബാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ തലയണ എടുത്തുകൊണ്ടിട്ടപ്പം എനിക്ക് തല ചൊറിഞ്ഞു. തലയിൽ താരനുണ്ട്, പേനും ഉണ്ട്, എന്നാലും പേൻ അത്രയ്ക്കൊന്നുമില്ല, താരനായിരുന്നു. അങ്ങനെ ഞാൻ കിടന്നു. അങ്ങനെ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലെ മാമി ഒന്ന് എന്നെ വിളിച്ചിട്ട് മോനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ആണ്ട് നേർച്ചയാണെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞങ്ങൾക്ക് അവിടെ ഉഗ്രനൊരു ബിരിയാണി വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പോയി, ഞാനും കുഞ്ഞും കൂടി കഴിച്ചു. പാത്തൂട്ടി എവിടെയെന്ന് ചോദിക്കരുത്, പാത്തൂട്ടി പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ്, അവൾക്ക് ഇന്ന് രാവിലെയും വൈകിട്ടും ഉണ്ട്. അപ്പോൾ ആ വീട്ടിൻ്റെ മുറ്റത്ത് ഞങ്ങളുടെ കടപ്പുറത്തൊക്കെ മുന്തിരിങ്ങയൊക്കെ പിടിക്കും കേട്ടോ, ആ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന മുന്തിരിങ്ങയാണ്. അപ്പോൾ കണ്ടപ്പം അതിൽ കുറച്ച് മുന്തിരിങ്ങ നിൽക്കുന്ന കണ്ടപ്പം എൻ്റെ മോൻ പറഞ്ഞു, ഉമ്മച്ചി മുന്തിരി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനെ വീഡിയോ എടുത്ത് 2-3 പറിച്ച് അവന് കൊടുത്ത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വീണ്ടും ഒന്ന് തലചായ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്നെ അർച്ചന വിളിച്ചു. എടി അത്യാവശ്യമായിട്ടൊന്ന് കണിയാപുരം വരെ വരാമോയെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കണിയാപുരത്ത് വന്നു. അപ്പോൾ അവിടെ ഇരിക്കുകയാണ് അർച്ചനയെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ യാദൃശ്ചികമായിട്ട് അവിടെ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോളെ കണ്ടു. എൻ്റെ കൂട്ടുകാരി എന്നതിലുപരി എൻ്റെ സബ്സ്ക്രൈബറാണ് സിമിയുടെ മോളെ കണ്ടു. അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ടെന്നും ലൈക്ക് ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഓരോ യാത്രകളിലും ഞാൻ ഇങ്ങനെ ഓരോ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരും എനിക്ക് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഒരു ലോണിൻ്റെ ആവശ്യത്തിനായിട്ടായിരുന്നു കേട്ടോ ഞാൻ കണിയാപുരത്ത് പോയത്. അപ്പം കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ കുട്ടികൾക്ക് 2 ബർഗറൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് വരണത്. ഇല്ലെങ്കിൽ രണ്ടും എന്നെ വീട്ടിൽ കെട്ടത്തില്ല. ചെന്ന ഉടനെ എൻ്റെ കയ്യിലോട്ടായിരിക്കും നോക്കുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാപ്പി ഉണ്ടാക്കി. അതായത് കാപ്പി എന്ന് പറയുമ്പം ഈ പാല് തിളപ്പിച്ച് കാപ്പിപ്പൊടി ഇട്ട് മറ്റേ ക്യാപ്പച്ചീനോ പോലെ ഉണ്ടാക്കി കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതുണ്ടാക്കിയിട്ട് 2 പേർക്കും ബർഗർ കൊടുത്തു. 2 പേരും അടിപൊളിയാന്ന് പറഞ്ഞു. കഴിച്ചിട്ട് കുഞ്ഞുവിൻ്റെ കുഞ്ഞുവിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, അരവാ അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങളുടെ ടീ ടൈം. കാപ്പി ഇട്ട് വെച്ചേക്കുന്നുണ്ട്. 2 പേരും 2 പാത്രം എടുത്ത് വെച്ചുകൊണ്ടാണ് ബർഗർ തിന്നണത്. ഗൈസ്, പിള്ളേർ കഴിച്ചിട്ട് ബർഗർ നല്ലതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലതായിരിക്കുമെന്ന്. പക്ഷേ 5 പൈസയ്ക്കുള്ളൂല്ലോ സത്യം പറഞ്ഞാൽ. ഞാൻ ഇത് പടിഞ്ഞാറ്റ് മുക്കുന്നൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് കടയുടെ പേരൊന്നും പറഞ്ഞുകൂടെ. അവിടെ ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പഴയതാണ് സാധനം. സത്യമായിട്ടും ചില സൈഡൊക്കെ ഉണ്ടല്ലോ ഈ പുളിച്ച മണം വരുന്നുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ആ ഭാഗം ഈ പ്ലാസ്റ്റിക് കവറിനകത്തിരുന്നിട്ടാണോ എന്ന് അറിഞ്ഞൂടെ. പക്ഷേ പിള്ളേർ നല്ലതാണെന്ന് പറഞ്ഞു. കുട്ടികളുടെ വായിക്ക് ഞാൻ കഴിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ ഈ ബേക്കറിക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സാധനം കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഇരുന്ന് വിളിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും പെരുമാത്ര ജംഗ്ഷനിൽ പോയപ്പോൾ അവിടെ ഞാൻ ആ ഓറഞ്ച് കുട്ടേരെ പുറത്തിരുന്ന് കാണിച്ച അതിക്രമം കണ്ട. അവിടെ നിന്ന് ആ മുന്തിരിക്കൊട്ടയിൽ നിന്ന് മുന്തിരി കൊത്തിയെടുത്ത് ഇതിപ്പോൾ ഈ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഈ അടുക്കളയുടെ 2 ഡോറും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് കയറി പൊരിച്ച് വെച്ചേക്കുന്ന പപ്പടം കൊത്തിക്കൊണ്ടുപോകും, മുട്ട പൊരിച്ച് വെച്ചിരുന്ന മുട്ട കൊത്തിക്കൊണ്ടുപോകും, മീൻ പൊരിച്ച് വെച്ചിരുന്ന അത് കൊണ്ടുപോകും. എന്തിനു പറയുന്നത്, ചൂടുള്ള അവിയൽ ആ ചൂടുള്ള അടപ്പ് കൊത്തിയിട്ടിട്ട് അവിയൽ കൊത്തിയ ഐറ്റംസാണ് ഈ ഇരുന്ന് വിളിക്കുന്നത്. ഭയങ്കര ശല്യം. ഈ 2 ഡോറും ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒടുക്കത്തെ ചൂടാണ്. ആ ചൂടിൽ പോലും ഞങ്ങൾക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ അടുത്ത ആൾ കണ്ട തള്ളി കയറുന്നത്. കേട്ടാ അത് പിന്നെ കഥക് തള്ളി തുറന്ന് കയറി. ഇത് കഥ കടച്ചിട്ടിരുന്ന ശല്യമില്ല. ഇതാ കയറി ടാങ്കിൻ്റെ പുറത്ത് കയറി. അയ്യോ എൻ്റെ പൊന്നടാവേ. അങ്ങനെ വൈൻഡപ്പ് എടുക്കാൻ വേണ്ടി കടപ്പുറത്തോട്ട് വന്നപ്പോഴാണ് കുഞ്ഞു കടന്ന് വിളിക്കണം, ഉമ്മച്ചി പരുന്തിരിക്കണം, ഉമ്മച്ചി ഫോണും കൊണ്ട് ഓടിവായോ എന്ന്. അപ്പോൾ നോക്കിയപ്പോൾ ശരിയാണ്, അപ്പുറത്തെ വീട്ടിൻ്റെ ബാക്കിലാണെങ്കിൽ തൂണിൻ്റെ പുറത്തൊരു പരുന്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ആശാൻ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ചെന്ന് നിന്ന് കുഞ്ഞു കോക്കറി കാണിക്കുന്നുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ താഴോട്ട് വടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഗായ്സ്, അപ്പോൾ ഇത് ഞങ്ങളുടെ വൈൻഡപ്പാണ്. ഞങ്ങൾ വൈൻഡപ്പ് കടപ്പുറത്ത് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഇവളെ പിണങ്ങിയിരുന്ന് അവൾക്ക് സൈക്കിൾ വിട്ടാറിനോട് തന്നെ കളിയാക്കിയുണ്ട്. അപ്പം നാളെയാണ് നമ്മളെ കിടുക്കാച്ചി വ്ളോഗ്. നാളെ നമ്മളെ ക്രിസ്മസ് വ്ളോഗാണ് അല്ലേ മക്കളെ. നാളെ 2 പേരുടെയും സ്കൂൾ 10 ദിവസം ഇനി ഞാൻ അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ. അപ്പോൾ നാളെ സ്കൂൾ അടയ്ക്കണോണ്ട് സെലിബ്രേഷനാണ് ഇനി അങ്ങോട്ട്.
അപ്പം നാളെ മുതൽ 10 ദിവസത്തേക്ക് എൻ്റെ കഷ്ടകാലം തുടങ്ങുകയാണെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ഞങ്ങളുടെ വൈൻഡപ്പ് വീഡിയോ ആണ്. പിന്നെ വേറൊരു കാര്യം, നാളെ ഞാൻ ഇവൻ്റെ സ്കൂളിലാണ് പോകുന്നതേ. അപ്പം ഇവൻ്റെ സ്കൂളിൽ കാര്യം അവൻ കുഞ്ഞായതുകൊണ്ട് അവന് ഞാൻ കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവൾ തന്നെ മാനേജ് ചെയ്യും, അവൾ വലുതായി എന്നാണ് പറയുന്നത്. അടുത്ത വർഷം നിൻ്റെ സ്കൂളിൽ വരാം. അപ്പം വൈൻഡപ്പ് ടാറ്റ ഓട്, ടാറ്റ ടാറ്റാ ബൈ ബൈ. എടാ ബായ് ഓടറാ, ബൈ ബൈ ഉമ്മ. ഉമ്മോട് ആ